നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ആഹാ, ആരതി എഴുന്നേറ്റോ? ആന ഉറക്കായിരുന്നല്ലോ രാത്രി മുഴുവൻ. ചേച്ചി വിശക്കുന്നു. മോളാദ്യം സൗഭാഗ്യെ അല്ലല്ല നമ്മുടെ ആര്യമോളെ തട്ടി ഉണർത്ത്. കടകളൊക്കെ ഇപ്പൊ തുറക്കും. നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ. ഇതിലൊരു വള വിറ്റിട്ടായാലും നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവും. ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ച് ഇതിലൊന്ന് വിൽക്കാൻ നോക്കാം. നിങ്ങൾ അച്ഛനെ നോക്കി ഇവിടെ ഇരുന്നാ മതി. ആര്യേ, ആര്യേ എണീക്ക്, എണീക്ക് ആര്യേ. ആര്യയോ? ആരാത്? അത് ഈ ആരതി കുട്ടി പറഞ്ഞു തരും. രണ്ടാളും ഒരിടത്ത് പോരുന്നു. ചേച്ചി ദാ വരുന്നു. എന്റെ ഈശ്വര, കുടുംബത്തിലെ ആർക്കും കൈമാറാൻ പാടില്ലാത്ത ആഭരണങ്ങളാ ഇത്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഇത് വിൽക്കുന്നേ. നീ തന്നെ അച്ഛനോടും ചേച്ചിയോടും ക്ഷമിക്കാൻ പറയണം. മാപ്പ്. മക്കളെ, എല്ലാം കൂടി ഇതിനകത്തിട്ടാട്ടെ. ഈശ്വര, ആ ചേച്ചി ചതിച്ചതാണല്ലോ. കുട്ടികൾക്ക് ഞാൻ ഇനി എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഓ, ചേച്ചി ഇപ്പൊ വരുവേ. കരയല്ലേ വാവേ, പാലും പാപ്പോ ഇപ്പൊ കൊണ്ടുവരും. കരയണ്ടാട്ടോ. ഓ ഓ ഓ, കരയല്ലേ വാവേ, കരയല്ലേ. അച്ചൂട്ടന് ഇത്തിരി പാല് വാങ്ങാൻ പോലും വഴിയില്ലാതായല്ലോ ദൈവമേ. അവൻ എങ്ങനെ വിശപ്പ് താങ്ങും? അല്ല മോളെ, ചേച്ചി വാ, പേടിക്കണ്ട. ഞാനല്ലേ വിളിക്കുന്നേ. വാ വാ. അല്ല മോളെ, സുഭദ്ര കുഞ്ഞറിയാതെ. അതിന് ഞാൻ മോഷ്ടിക്കൊന്നുമല്ലല്ലോ. അമ്മ മധുരയിൽ പോയതുകൊണ്ടല്ലേ. തിരിച്ചു വരുമ്പോ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ചേച്ചിക്ക് കല്യാണത്തിനിടാൻ ഞാനൊരു മാല എടുത്തു തന്നൂന്ന്. എന്താ അപ്പൊ തീരില്ലേ ഈ പ്രശ്നങ്ങളൊക്കെ?
ചേച്ചി ഇത് മതിയോ നോക്കിയേ. അല്ല കുഞ്ഞെ, ഇത്രയും വലുതൊക്കെ എന്താ ഇവിടെ? ആ. എന്താ ശ്യാമളെ, നീ മോളെ സ്വാധീനിച്ച് ഇവിടുത്തെ ആഭരണങ്ങളൊക്കെ എടുക്കാൻ നോക്കുകയാണോ? അയ്യോ കുഞ്ഞെ, ഞാൻ അങ്ങനെയൊന്നും. എന്റെ പൊന്നമ്മേ, ശ്യാമളേച്ചിക്ക് ഇതിൽ കുറ്റമൊന്നുമില്ല. നാളെ ചേച്ചിയുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കല്യാണമാ. ബന്ധുക്കളെയൊക്കെ കാണിക്കാൻ ഒരു നല്ല സ്വർണ്ണമാല ഇട്ടുകൊണ്ട് പോകാൻ ചേച്ചിക്ക് ഒരു ആഗ്രഹം. അമ്മ മധുര മീനാക്ഷിയെ കാണാൻ പോയിട്ട് വന്നിട്ടുമില്ല. അതാ ഞാൻ തന്നെ ഒരെണ്ണെടുത്ത് കൊടുക്കാന്ന് വെച്ചേ. ഓ, അത് ശരി. എന്തായാലും ഇപ്പൊ ഞാൻ വന്നല്ലോ. ശ്യാമളേച്ചി പോയിട്ട് പിന്നീട് വാ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യാം. ശരി കുഞ്ഞെ. ഉം. ആ, നീങ്ങുവാ. മീനാക്ഷി അമ്മയുടെ കുങ്കുമം തൊടട്ടെ ഞാൻ. അമ്മ ക്ഷമിക്കണം, ഞാനെന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നീ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഈ കാണുന്നില്ലേ, ഇതൊന്നും വെറും ആഭരണങ്ങളല്ല, നമ്മുടെ മരിച്ചുപോയ അമ്മയുടെ ഓർമ്മകളാ. നീ നന്നായി ഒന്ന് മണത്തു നോക്കിയാൽ അമ്മയുടെ ഗന്ധം പോലും നമുക്കിതീന്ന് കിട്ടും. ഇതൊരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. അത് നമ്മൾ നമ്മുടെ അമ്മയെ നഷ്ടപ്പെടുത്തുന്നത് പോലെയാ. പക്ഷേ ശ്യാമളേച്ചി ഒരു ആഗ്രഹം പറഞ്ഞപ്പോ. നിന്റെ മനസ്സിന്റെ ആ കാരുണ്യത്തെ ഞാൻ മതിക്കുന്നു. പക്ഷെ അതിന് ഇതിൽ നിന്നൊരെണ്ണം എടുത്തു കൊടുക്കണ്ട. പകരം കുറച്ച് കാശ് കൊടുത്ത് ശ്യാമളേച്ചിയോട് മറ്റൊരെണ്ണം വാങ്ങിച്ചോളാൻ പറയാം. വേണമെങ്കിൽ ഭാവിയിൽ അതവര് സ്വന്തമായിട്ട് എടുത്തോട്ടെ. എന്തു പറയുന്നു? നന്നായി. എന്റെ അമ്മയാണ് യഥാർത്ഥ അമ്മ. ഏയ്, ഞാനല്ല, നമ്മുടെ അമ്മയാണ് യഥാർത്ഥ അമ്മ. അതുകൊണ്ട് തന്നെ നാളെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധി വന്നാലും ഈ ആഭരണങ്ങൾ നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ അത് നമ്മുടെ അമ്മയുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതാവും. മനസ്സിലായോ എന്റെ രാധകുട്ടിക്ക്? മനസ്സിലായമ്മേ. നമ്മുടെ അമ്മയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ആഭരണങ്ങൾ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. വാക്ക്. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.